CPM-ന്റെയും അതോടൊപ്പം തന്നെ SFI ഉൾപ്പെടെയുള്ള ആളുകൾ ഒരാളെ വേട്ടയാടി കൊന്നാൽ അല്ലെങ്കിൽ അയാൾക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള കിംവദന്തികൾ വരുത്തും. നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണമുണ്ടല്ലോ. TP ചന്ദ്രശേഖരൻ 51 വെട്ടിവെട്ടിയപ്പോൾ അദ്ദേഹത്തിനെതിരായി പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? എന്തിനേറെ പറയുന്നു, സാജൻ എന്ന് പറയുന്ന ഒരു വ്യവസായി അവിടെ ഇതേപോലെ മറ്റൊരു പീഡനത്തിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അദ്ദേഹത്തിനെതിരായിട്ടുള്ള എന്തെല്ലാം അപഖ്യാതി പറയുന്നു. ഇത് സ്വാഭാവികമാണ്. SFIയുടെ ആളുകളാണ് ഈ പ്രതികളെന്ന് വന്നപ്പോൾ ആ പ്രതികളായ സമൂഹം അവരെ ആ രൂപത്തിൽ കാണുമ്പോൾ അതിന് രക്ഷ നേടാൻ ഈ കൊലയ്യപ്പെട്ട പയ്യനെതിരായിട്ടുള്ള കിംവദന്തികൾ, ഇതുപോലുള്ള കള്ളപ്പരാതികളൊക്കെ പറഞ്ഞ് അവൻ മോശക്കാരനായിരുന്നു, അവൻ മറ്റു തരത്തിലുള്ള ഇടപാട് നടത്തിയവനാണെന്നൊക്കെ പറയുന്ന SFIയുടെ ഒരു സ്ഥിര സ്വഭാവമാണ്. അത് മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. കാരണം ഇത്രയേറെ ഈ വിഷയത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ കുട്ടിക്കെതിരായി, സിദ്ധാർത്ഥിനെതിരായി എന്തെങ്കിലും കള്ളപ്പരാതി ആരെക്കൊണ്ട് കൊടുപ്പിച്ച് മുഖം രക്ഷിക്കാനുള്ള നിലപാടാണ് അവർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ടാണ് അത് കാണേണ്ടതായിട്ടുള്ളത്. എന്തെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്കൂളിൽ നടന്ന, കോളേജിൽ നടന്ന എന്തെങ്കിലും ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിനെതിരെ പരാതി ഉണ്ടായി എന്നു തന്നെ വെക്കുക. അതിന് ഇതാണോ പരിഹാരം? അതെ, ഞാൻ പറയുന്നത് ഒരു കോളേജിലെ റാഗിങ് നടത്തുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണല്ലോ SFI എന്ന് പറയുന്നത്. ആ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും കോളേജ് യൂണിയൻ ചെയർമാനും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ക്രൂരതക്ക് ആൾക്കൂട്ട വിചാരണ നടത്തിയാണ് തല്ലിയത് എന്നുള്ളത് വിവസ്ത്രനാക്കി. ഇതുപോലൊരു ആൾക്കൂട്ട വിചാരണ ഉണ്ടായിരുന്നു കണ്ണൂർ CPM പാർട്ടി ഗ്രാമത്തിൽ. ഷുക്കൂർ എന്ന് പറയുന്ന 17 വയസ്സുകാരനെ 300 ആളുകൾ നോക്കി നിൽക്കെ വിചാരണ ചെയ്ത് മരണവാറണ്ടിൽ ഒപ്പിട്ട് അവനെ കഴുത്തറത്ത് കൊന്നിട്ടുണ്ടായിരുന്നു. അത് CPM ആയിരുന്നു അതിനകത്ത് പ്രതികൾ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ചന്ദ്രശേഖരനെ കൊന്ന കേസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കൊലപാതകം നടത്താൻ ഒരു മടിയുമില്ല. ഇപ്പോൾ ഈ കേസിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ പോളിടെക്നിക്, കണ്ണൂരിലെ പയ്യന്നൂർ കോറം എന്ന് പറയുന്ന പോളിടെക്നിക്കിൽ അവിടെ SFI കോട്ടയാണ്. അവിടെ ഒരു KSUവിൻ്റെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഒരു വിദ്യാർത്ഥി ജയിച്ചു. കഴിഞ്ഞ ദിവസം അവിടെ ആ പെൺകുട്ടികളെ പോലും എത്ര ക്രൂരമായി, അത് വലിയ വാർത്തയാവാത്തത് കൊണ്ടാണ് അവിടെ ആക്രമിക്കപ്പെട്ടു. KSUവിനെ അർജുൻ എന്ന് പറയുന്ന അവിടെയുള്ള ഒരു പയ്യനെ അതിക്രൂരമായി ആക്രമിക്കുന്നു. ഇത് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കലാലയങ്ങളിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നു. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഭക്ഷണമില്ല. കാരണം എന്താ, ഈ ഹോസ്റ്റലുകളൊക്കെ കൈയടക്കുന്നത് പുറത്തുനിന്ന് ആളുകളാണ്. ഇവരുടെ സ്വാധീനമുള്ള ഹോസ്റ്റലുകൾ ഭൂരിഭാഗം 2 വർഷം 3 വർഷം 5 വർഷമൊക്കെ കോളേജ് കഴിഞ്ഞവർ ഇപ്പോഴും അവിടുത്തെ അന്തേവാസികളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കുട്ടികൾ കൂടുതൽ ഭക്ഷണം മോഷ്ടിക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അവിടെയുള്ള KSUക്കാരെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് മാത്രമല്ല ആ KSUക്കാരുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കത്തിച്ചു. അവിടെ പരാതി പറയുന്ന അധ്യാപകന്മാരെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സംഘടനയെ മാറുകയാണ്. കൂട്ടത്തിലുള്ള സഹപ്രവർത്തക പെൺകുട്ടിയോട് നിനക്ക് തന്തയില്ലാതെ കുഞ്ഞെ ജനിപ്പിക്കുന്ന ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ച ഒരു സംഘടനയുടെ നേതാവാണ് സംസ്ഥാന സെക്രട്ടറി, SFIയുടെ സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ അയാൾ ഇരിക്കുമ്പോൾ ഇവരെയുള്ള ആളുകൾ SFIക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം പറയാൻ സാധിക്കില്ല. മോന്തായം വളഞ്ഞ 64 വളികെന്ന് പറയുന്നത് പോലെ ഈ ക്രിമിനൽ സ്വഭാവമാണ് ക്യാമ്പസിനകത്ത് നടക്കുന്നത്. എത്ര ക്രൂരമായാണ്. എന്തെങ്കിലും KSUക്കാരനാണെന്ന് പറയാം, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം നടത്തിയെന്നും പറയാം. ഒന്നുമില്ലാതെ ഒരു കുടുംബത്തിൻ്റെ അച്ഛൻ്റെ വിലാപം കേട്ടു, അമ്മയുടെ വിലാപം കേട്ടു, എത്രയോ പ്രതീക്ഷയോടെ അയക്കുന്ന ഒരു പൊന്നു മോനെ ഇത്ര ക്രൂരമായി 130 വരുന്ന കുട്ടികളെ മുമ്പിലിട്ട് 100 വരുന്ന കുട്ടികളെ മുമ്പിലിട്ട് വിചാരണ ചെയ്ത് ആക്രമിച്ച് ബെൽറ്റ് പൊട്ടുന്നവരെ അടിച്ചു എന്നുള്ളതാണ്. ഇവിടെ KSUവിൻ്റെ നേതാക്കന്മാർ അവരോടൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായി, ബെൽറ്റ് പൊട്ടുന്നവരെ ഒരു കുട്ടിയെ അടിക്കണമെങ്കിൽ എന്താണ് മനുഷ്യത്വം എന്ന് പറയുന്നത് ഇവർക്കുണ്ടോ? ഇവർ എന്ത് മാനവികതയെന്ന് പറയുന്നത്? അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കണം എന്ന് പറയുന്ന മാർസിൻ്റെ വാക്കുകൾക്ക് എന്ത് വിലയാണ് ഇവിടെയുള്ളത്? അതിനൊക്കെ ന്യായീകരിക്കുന്ന ആളുകളല്ലേ ഈ നാട്ടിലുള്ളത്? ഇപ്പോൾ TPയുടെ കൊലപാതക കേസിൽ വിധി വന്നിരിക്കുകയാണ്. നമ്മളറിയാം, ആ കേസിലെ പ്രതികളെ പോലും CPM ഏത് രൂപത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. അവർക്കെല്ലാം ചെല്ലും ചെലവും കൊടുക്കുകയാണ്. ഈ കേസിൽ പോലും പോലീസ് ഏത് രൂപത്തിൽ നിലപാടെടുത്തു? പോലീസ് പ്രതികളെ പിടിച്ചോ? SFIയുമായി ബന്ധപ്പെട്ട യൂണിയൻ ഭാരവാഹികളാണെന്ന് പറയുമ്പോൾ അവർക്ക് സംരക്ഷണം ഒരുക്കുന്നു, അവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി സൗകര്യം ഒരുക്കുന്നു. ഇത്ര വിവാദമായിട്ടുള്ള ഈ കേസ് തേച്ച് മാച്ച് കളിയായിരുന്നു. ഒരു തർക്കമില്ല. ഈ പ്രതിപട്ടികയിലുള്ള കുട്ടികൾ തന്നെ ഇപ്പോഴും പലരും ഒളിവിലാണ്. കേരള പോലീസിനെ കണ്ണുവെട്ടിച്ച് കോളേജ് വിദ്യാർത്ഥികൾക്ക് വരെ നടക്കാൻ കഴിയുകയാണ്. എന്റെ പോലീസ് CPM പ്രതികളായ കേസിനകത്ത് പിടിക്കപ്പെട്ട നമുക്കറിയാലോ. ഓരോ ആളുകളൊക്കെ എപ്പോൾ പിടിക്കുന്നത് നമ്മുടെ മുമ്പിലല്ലേ? ഈ കേസിനകത്ത് CPM പ്രതികൾ അവർക്ക് ഒളി സങ്കേതം ഒരുക്കുന്നതാരാ? അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതാരാ? CPM ഇതുപോലെ ബന്ധപ്പെട്ട ആളുകളാണ്. മാത്രമല്ല വയനാട് ജില്ലയിലെ SFIയുടെ ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇവർ ഒളിവിൽ പോയത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവിടുത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ പൂർണ്ണ പിന്തുണയിലാണ് ആ കോളേജിൽ പ്രവർത്തിക്കുന്നത്. ക്രിമിനൽ സംഘങ്ങളെ വളർത്തിയെടുക്കുകയാണ്. ആ ക്രിമിനൽ സംഘങ്ങൾ പ്രത്യേകിച്ച് ഒരു വൈറ്റ്നറി സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണെന്ന് പറയുമ്പോൾ നമ്മൾ എത്രയേറെ കേരളം ഇവരൊക്കെയാണോ പഠിച്ച് വരേണ്ട ആളുകൾ, ഈ സമൂഹത്തിന് സേവിക്കേണ്ടവർ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയാണ്.